മയോണൈസ് വരുത്തുന്ന ദോഷവശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കുട്ടികളിലായാലും മുതിർന്നവരിലായാലും മയോണൈസ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വസ്തുവാണ്. ബർഗർ, പിസ്സ, മോമോസ്, ഷവർമ, അൽഫാം എന്നിവയ്ക്കെല്ലാം മയോണൈസ് ഇല്ലെങ്കിൽ പൂർണ്ണതയില്ലാതായി തോന്നാം. അത്രയും ബന്ധമാണ് മയോണൈസ് ഈ ഭക്ഷണങ്ങളോടൊപ്പം. ചിലർ മയോണൈസ് സാൻഡ്വിച്ചിനും പാസ്തയ്ക്കും ഒപ്പം കഴിക്കാറുണ്ട്. മയോണൈസിന്റെ ക്രീം ഘടന മിക്ക ആളുകളും ഇഷ്ടപ്പെടുന്നു. എന്നാൽ മയോണൈസ് നമ്മുടെ ആരോഗ്യത്തിന് ആരോഗ്യകരമാണോ അല്ലയോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് മയോണൈസ് കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന്റെ ദോഷത്തെ കുറിച്ചും നിങ്ങൾ അറിഞ്ഞിരിക്കണം. മയോണൈസ് അമിതമായി കഴിക്കുന്നത് ആരോഗ്യത്തിന് പലവിധ ദോഷങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇക്കാരണത്താൽ നിങ്ങൾക്ക് ഗുരുതരമായ പല രോഗങ്ങളും അലർജികളും ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ മയോണൈസ് കൂടുതൽ കഴിച്ചാലുള്ള പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ എന്താണ് മയോണൈസ്? എണ്ണ, മുട്ടയുടെ മഞ്ഞക്കരു, ഏതെങ്കിലും അസിഡിറ്റി ഉള്ള ദ്രാവകം, അതായത് നാരങ്ങനീര് അല്ലെങ്കിൽ വിനാഗിരി പോലെയുള്ളവ എന്നിവ ചേർത്താണ് മയോണൈസ് ഉണ്ടാക്കുന്നത്.